പാട്ട് ഏതാണ് മക്കളെ? ജൂണിലെ നിലാമഴയിൽ. ആരുടെ പാട്ടാ അത്? എം ജയചന്ദ്രൻ സാർ. ഈ മനുഷ്യന്റെ ജയചന്ദ്രൻ സാർ. അല്ല, ഈ പാട്ടിന്റെ ശരിക്കും ഹീറോ എന്ന് പറയുന്നത് ഗിരീഷ് ചേട്ടനാണ്. ഗിരീഷ് ചേട്ടൻ എഴുതിയിരിക്കുന്ന മറക്കാൻ പറ്റാത്ത ഓർമ്മകളാണ്. ഇതിൽ ഒരു രസകരമായിട്ടുള്ള ഒരു സംഭവം പറഞ്ഞ് നമുക്ക് നമ്മുടെ കുഞ്ഞിന്റെ പാട്ടിലേക്ക് വരാം. ഈ നമ്മൾ തമ്മിൽ എന്ന് പറയുന്ന തമ്മിച്ചേട്ടൻ്റെ, വിജി തമ്മിച്ചേട്ടൻ്റെ ചേട്ടനൊരു വലിയ നമസ്കാരം. തമ്മിച്ചേട്ടനാണ് ഈ അവസരം തരുന്നത്. അപ്പോൾ തമ്മിച്ചേട്ടൻ്റെ ഈ കമ്പോസിങ് സെഷന് തിരുവനന്തപുരത്ത് ട്രിവാൻഡ്രം ക്ലബ്ബിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഗിരീഷ് ചേട്ടൻ സാധാരണ ഏതെങ്കിലുമൊക്കെ പാട്ടുകൾ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് വന്ന് വലിയ കാര്യത്തിൽ പറയും. എന്ന് പറഞ്ഞാൽ അതൊക്കെ നല്ലതാണ്, നീയൊക്കെ എന്താ ചെയ്യണേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ കളിയാക്കി പറയും. എടാ, വിദ്യാജിയുടെ ഒരു പാട്ട് ചെയ്തു, നീയൊക്കെ എന്താടാ. വിദ്യാജിയുടെ പാട്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, അതെങ്ങനെയാണ് ചേട്ടാ പാട്ട്? ജൂണിലെ നിലാമഴയിൽ നാണമായി നനഞ്ഞവളെ. ഞാൻ പറഞ്ഞു, കൊള്ളാലോ ചേട്ടാ, ജൂണിലെ നിലാമഴയിൽ ഉഗ്രാൻ. നീയൊക്കെ ചെയ്യണ പോലെയാണ് ആ ട്യൂൺ. അങ്ങനത്തെ ഉള്ള ട്യൂണിലൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ എഴുതടാ, അതിന് പ്രത്യേക പേനയൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടടാ. രണ്ടു മൂന്ന് പേനയൊക്കെ ഉണ്ടാവും. അതിൽ ഒരു സ്വർണം പോലെയുള്ള പേന എടുത്ത്, ഇതൊക്കെ വിദ്യാജിക്ക്, ഇതിന്റെ ഇപ്പുറത്തുള്ള ഏതെങ്കിലും ഒരു എടുത്ത്, ഇതൊക്കെ നിനക്ക്. അങ്ങനെയാണ് ഗിരീഷന്റെ രീതി. അപ്പോ പറഞ്ഞു ആ പ്രോജക്റ്റ് നടന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ ഈ പാട്ട് എന്ത് ചെയ്ത്? നമ്മള് റെക്കോർഡ് ചെയ്തില്ല, ജസ്റ്റ് കമ്പോസ് ചെയ്തോളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് ഈ ജൂണിലെ നിലാമഴയിൽ തരാൻ പറ്റുമോ? പോടാ, അത് വിദ്യാജിക്ക് കൊടുത്താണ്, നിനക്ക് ജൂണിലെ നിലവാ, പോടാ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അല്ല ചേട്ടാ പ്ലീസ് പ്ലീസ്, ചിലപ്പോ നമ്മുടെ ഈ സിറ്റുവേഷൻ, ഇത് റൊമാൻറ്റിക് സിറ്റുവേഷൻ അല്ലേ, അതിന് ഇത് പറ്റിയതായിരിക്കും. അപ്പോൾ തമ്പിച്ചേട്ടൻ ഇത് പറഞ്ഞിട്ട് പോയതേ ഉള്ളൂ, അതിന്റെ സിറ്റുവേഷൻ ഒക്കെ പറഞ്ഞിട്ട് പോയേ ഉള്ളൂ. അപ്പോ ഉടനെ ഗിരീഷേട്ടൻ പറഞ്ഞു, ഓക്കെ നിനക്ക് തരാം, പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരൊറ്റ ട്യൂണിൽ നീ എന്നെ ഇഷ്ടപ്പെടുത്തണം. അങ്ങനെയാണെങ്കിൽ ഓക്കെ. അപ്പൊ ഞാൻ പെട്ടെന്ന് എന്റെ മനസ്സിൽ അപ്പ തോന്നിയ പോലെ ഞാൻ പാടി, ജൂണിലെ നിലാമഴയിൽ നാണമായി നനഞ്ഞവളേ എന്നിങ്ങനെ പാടി. ഒരനക്കമില്ല, യാതൊരു അനക്കമില്ല. ഇതൊക്കെ എന്തോന്ന് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ ഉടനെ പാടി, ജൂണിലെ നിലാമഴയിൽ നാണമായി നനഞ്ഞവളേ. ഓക്കെ, പാട്ടെടുത്തോ. അങ്ങനെയാണ് ഈ പാട്ടുണ്ടാവുന്നത്. പിന്നെ അതിന് ശേഷമുള്ള കഥ എങ്ങനെയാന്ന് വെച്ചാൽ, പിന്നെയും വിദ്യാജിയും ഗിരീഷേട്ടനും കൂടെ വേറൊരു സിനിമയ്ക്ക്, ലാൽ ജോസ് സാറിന്റെ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് അവർ ഒത്തുകൂടുന്നു. അപ്പൊ ഇങ്ങനെ ഈ ട്യൂൺ വിദ്യാജി പാടുന്നു. അപ്പൊ ഗിരീഷേട്ടൻ പുതിയ ലിറിക്സ് എഴുതി, ആരൊരാൾ ഈ പുലർമഴയിൽ അതിലേക്ക് വന്നു. അപ്പൊ ഈ ജൂണിലെ നിലാമഴയുടെ ട്യൂണാണ് പിന്നെ അതിന് എടുക്കുന്നത്. അതിന് ഗിരീഷേട്ടന് അവിടെ ആരൊരാൾ ഈ പുലർമഴയിൽ എഴുതുകയുണ്ടായി. ടോപ്പ് സിംഗറിലെ നിങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടിപ്പാട്ടുകാർക്ക് വോട്ട് ചെയ്യാൻ MMC ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.